it is up to you. Like you might like it, you might not like it. For me, it was like a pretty below average experience. വായിച്ചിട്ടുണ്ടോ? 4 കെട്ട് വായിച്ചിട്ടുണ്ടോ? മഞ്ഞ് വായിച്ചിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ലേ, വായനയ്ക്കുള്ള രീതിയാണ്. വായന തീട്ടക്കഥ അതാണ് സംഭവം. പടം അതാണ് സ്പോയിലർ. വലിയ നമ്മള് ബിൽഡപ്പ് കൊടുക്കാനായിട്ടൊന്നുമില്ല, പിന്നെ കണ്ടോണ്ടിരിക്കുക. Like ഇതെന്താണ് no, it's like see, for me പടം like it felt a bit flat because like male ego trope ഒക്കെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ that also looked very mediocre and ചിലപ്പോൾ ചന്ദനമഴയെന്നോ എൻ്റെ മാഷിൻ്റെ മരമെന്നൊക്കെ ആയിരുന്നെങ്കിൽ ടൈറ്റിൽ would have been better. Just kidding. പക്ഷേ see, ഈ റിവ്യൂ കണ്ട് ആരും മറ്റേ സിനിമയ്ക്ക് പോകാതിരിക്കണ്ട. Like it is up to you. Like you might like it, you might not like it. For me, it was like a pretty below average experience. എനിക്കൊരു ചാനലുണ്ട്, എല്ലാ പോസിറ്റീവ്സും ഇനി അതിൽ പറയാം. ഓക്കെ, ഈ കഥാപാത്രങ്ങളും കഥയും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട സിനിമ എൻസൈക്ലോപീഡിയാണ്. ഇതിൽ എൻസൈക്ലോപീഡിയ ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും അറിവ് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ സിനിമയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം? അതാണ് നോവലും സിനിമയും നോക്കുക. നോവൽ ഞാൻ വായിച്ചത് 2 മാസം കൊണ്ട് വായിച്ചു തീർത്തു. ഇത് ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് ആ നോവലിനെ റീക്യാപ്പ് ചെയ്തില്ല. ചെറിയ അതാ നോവൽ വായിക്കുന്നത്. നോവൽ വായിക്കുമ്പോൾ നോവലിനെ നമ്മളെ വായിച്ച് വെറുതെ കളയുകയില്ല, അതിനെ സീക്വൻസിലാണ്. അത് വായിച്ച് അങ്ങനെ ഒരാൾ വായിച്ചതുകൊണ്ടല്ലേ ഈ സിനിമ ഇറങ്ങിയത്. ചുമ്മാ നിങ്ങളൊരു അമർചിത്രകഥ വായിക്കും പോലെ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. താങ്കൾ 2 കൂടെ വായിച്ചിട്ടുണ്ടോ? 4 കെട്ട് വായിച്ചിട്ടുണ്ടോ? മഞ്ഞ് വായിച്ചിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ലേ, വായനയ്ക്കുള്ള രീതിയാണ്. വായന ചവച്ചരച്ച് നല്ല ആസ്വദിച്ചും വായിക്കാം. പതുക്കെ വായിച്ചങ്ങ് പുറമേ വായിക്കാം. ഈ സിനിമ അതേപോലെ നല്ല കഥാപാത്രമാണ്. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഈ പുഷ്പ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ പല സീക്വൻസുകൾ ഇതിനകത്ത് ആടിയണം തോന്നും. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമയാണ്. പൃഥ്വിരാജിന്റെ ഒരു തിരിച്ചുവരവാണ്. നന്മയുള്ള കഥാപാത്രങ്ങളെ പൃഥ്വിരാജിന് പറ്റുമെന്ന് പൃഥ്വിരാജ് ഇതിൽ നിന്ന് തെളിയിക്കുകയാണ്. ഇത് കണ്ട സ്പടി ഓർമ്മ വരും. ഷമ്മി തിലകൻ അച്ഛനായി മാറിയതുപോലെ ഓർമ്മ വരും. ഷമ്മി തിലകനെ പിടിച്ച് എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോ പാവം തോന്നി. ഈ 3 മണിക്കൂർ ഈ പണം തുടങ്ങി ഒരു 3/4 മണിക്കൂർ സഹിക്കാൻ പറ്റില്ല. അന്ന് അടിയൊന്നും സഹിച്ചിരിക്കണം. എന്നിട്ടൊരു ചേസ് സീന് വരും. അതുകൊണ്ട് പടം ക്ലിക്കാൻ വിചാരിച്ചു. അയ്യോ, എനിക്ക് വയ്യ. ഭയങ്കര കുഴപ്പമില്ലെന്നാ പറയാൻ പറ്റും. അന്ന് അടിയെ കൈ കിട്ടി ഇപ്പൊ ചവിട്ടി എന്തോന്നാണോ ഒന്നുമില്ല പടത്തിൽ. തകർത്തൊന്നും ഇഷ്ടപ്പെട്ടില്ല. സീരിയസ്ലി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ തിയേറ്ററിൽ വന്നിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഇതിനു മുമ്പ് തക്ലീഫ് ഉണ്ടോ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മലയാളത്തിൽ ഈ വർഷത്തെ കൊള്ളില്ലാത്ത സിനിമയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ സ്ക്രിപ്റ്റ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ക്രിപ്റ്റ് എന്താണ് സംഭവം? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാർ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത്. 5 വർഷം എന്തിനാ എടുത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റൊക്കെ എന്ന് വെച്ചാൽ എല്ലാം പ്രിഡിക്റ്റ് ചെയ്യാം നമുക്ക്. ഈ സിനിമ ഫസ്റ്റ് ഹാഫ് എൻഡ് ആകുന്നവരെ നമുക്ക് ഓക്കെ. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് വന്നതിന് ശേഷം എന്താണെന്നൊന്നും മനസ്സിലാണല്ലോ. ഹൈലി പ്രിഡിക്റ്റബിൾ ആണ് സ്റ്റോറി. ഇഷ്ടപ്പെടില്ല ആർക്കും. എന്തായാലും എനിക്കൊക്കെയാണ് എന്നെ സാധാരണ വ്യൂവേഴ്സ് ആണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. കണ്ടിരിക്കാനും ഒരു ഇതില്ല. അതാണ് ഈ സിനിമയുടെ പ്രോബ്ലം. മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല ഈ വർഷം. കാര്യമായിട്ടും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം പിന്നെ കണ്ടോണ്ടിരിക്കാം. അതിന് ശേഷം സെക്കൻഡ് ഹാഫ് വളരെ മോശം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റൊക്കെ ഒന്നിനും കുഴപ്പമില്ല. ഭയങ്കര നാടകീയമായി പോയി ലാസ്റ്റൊക്കെ ആകുമ്പോൾ. പിന്നെ BG ആയിരുന്നാലും BG ബ്രേക്സ് ആണ് ഈ പടം കുറച്ചെങ്കിലും പിടിച്ചു നിർത്തുന്നത്. അല്ലാതെ മേക്കിംഗ് വൈസ് ഒക്കെ വളരെ മോശം. സ്ക്രിപ്റ്റും കൊള്ളൂല, ക്യാമറ ആംഗിളൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു മല കയറുന്ന ഒരു സീനുണ്ട് അവരെടുത്ത് വെച്ചത്. പീക്ക് VFX ആണ്. ലോകമൊക്കെ മാറി. സിനിമ തീട്ടക്കഥ അതാണ് സംഭവം. പടം അതാണ് സ്പോയിലർ. പടം കണ്ടവർക്ക് 1 ടൈം വാച്ചാണ്. ഒരു വൺ ടൈം വാച്ച് ഫിലിമാണ്. ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിം അങ്ങനെയൊന്നുമില്ല. പിന്നെ പുഷ്പ റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല. പുഷ്പ റെഫറൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. നല്ലൊരു 1 ടൈം വാച്ച് തന്നെയാണ്. പിന്നെ ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അത് പുള്ളി മല ജീപ്പ് ഓടിച്ച് കയറുന്നു. പിന്നെ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. നല്ല VFXും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അഭിനയം ഷമ്മി തിലകൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
പൃഥ്വിരാജ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷമ്മിയുടെ പുള്ളിക്കാരുടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗ് അടിപൊളിയാണ്. പിന്നെ കുറച്ച് ലാഗ് ഉള്ള പോലെ ഒരു വൺ ടൈം വാച്ചാണ്. അത് തന്നെയാണ് ഇത്. അതേപോലെ ലാലേട്ടനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയെടുത്ത ഒരു പടം എന്ന് പറയുന്നത് രാജാവിൻ്റെ മകന് സ്ഫടികമാണ്. ഇപ്പോഴും പൃഥ്വിരാജിന് ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് സ്ഫടികമാണ്. ആ മെത്തേഡാണ് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരും കയറാത്ത മലയിൽ പൃഥ്വിരാജ് ജീപ്പ് ഓട്ടിച്ച് കയറ്റി. അതായത് ശബരിമല ശാസ്താവിന് മാത്രമാണ്, അയ്യപ്പന് മാത്രമാണ് ശബരിമലയാണെങ്കിൽ പൃഥ്വിരാജിന് ചൈതന്യമലയിലാണ് പൃഥ്വിരാജ് ഓടിയെത്തിയത്. അത്രത്തോളം ഭയങ്കരമായ ബൈറ്റ് വണ്ടിയോട്. അതായത് ജീപ്പ് ഓട്ടിക്കുന്ന ടാക്സി ഡ്രൈവറായിട്ടുള്ള എല്ലാവർക്കും അസോസിയേഷൻ്റെ പൃഥ്വിരാജിൻ്റെ വകയായിട്ട് പൃഥ്വിരാജ് ഡബിൾ മോഹനായിട്ട് വന്നെങ്കിൽ പൃഥ്വിരാജ് മുട്ടുകുത്തിയിട്ടുള്ളതെന്ന് പറയുന്നത് ചൈതന്യയുടെ മുന്നിലാണ്. അതായത് പൃഥ്വിരാജിനെ ഒരു കെട്ടിപ്പൊടിയുടെ കൂടി അവളെ മുതികളാണ്. അതോടെ പൃഥ്വിരാജ് കരഞ്ഞുപോയി. അതാണ് പറയേണ്ടത്. അതാണ് സാധനം. പാളിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ലെന്തായിരുന്നു. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം സ്ഫടികം സിനിമയാണ്. സ്ഫടികമാണ്. അതായത് തിലകൻ സാർ ഇല്ലല്ലോ. തിലകൻ സാറിന് പകരം തിലകൻ്റെ മകനായിട്ട് ഷമ്മി തിലകൻ വന്നിട്ടുണ്ട്. ആ ഒരു സാധനം. അതായത് സ്ഫടികത്തിൽ തിലകൻ വെടികൊണ്ട് ചാവുന്നു. ഇതിൽ ഷമ്മി തിലകൻ പൃഥ്വിരാജിനെ വെടിവെക്കുന്നു കയ്യിൽ. അവസാനം അച്ഛനെ കാണുന്ന ഒരു സീനും സ്ഫടികത്തിലുണ്ട്. അതേപോലെ പൃഥ്വിരാജ് തിലകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ കുറേ സംഭവമുണ്ട്. സ്ഫടികം തന്നെയാണ്. ഒരു മാസ് മസാല മൂവിയാണ്. നല്ല BGM ആണ്. ഓവറോൾ ഇറ്റ് ഈസ് ഗുഡ്. അത് കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ മൂവിയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. റെസ്റ്റ് ഓൾ ഇറ്റ് വാസ് ഗുഡ്. ഒരു മാസ് മൂവി. അങ്ങനെയൊന്നും എനിക്ക് ഇൻ പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പൃഥ്വിരാജിൻ്റെതായ ഒരു ഐക്കോണിക് ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. സ്ഫടികം അത് ഒരു സീനിൽ മാത്രം ആ മുണ്ട് മടക്കി കുത്തി ഇടിക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് സ്ഫടികം പോലെയൊന്നും ഇതൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്കൊന്നുമില്ല. വൺ ടൈം കാണാം, അത്രേ ഉള്ളൂ. ഒരു മാസ് മസാല എൻ്റർടൈനർ. ഹൗ ഇറ്റ് വിൽ ബി. റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, മാസ് ഉണ്ട്. അത്ര തന്നെ. രക്ഷ എന്ന് പറയുകയാണെങ്കിൽ നല്ല ക്ലാസ് പടം. ഒരു ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റിയ പടം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് പടത്തിനെ വിലയിരുത്താൻ നിൽക്കരുത്. നിങ്ങൾ വന്ന് പടം കണ്ടിട്ട് അഭിപ്രായം പറയാൻ നിൽക്കുക. ഞാൻ ആ പടത്തിൻ്റെ ചെറിയൊരു ഭാഗമായതാണ്. അപ്പം അതുകൊണ്ട് എടുത്ത് ഞാൻ പറയണം, പടം ഗംഭീര പടമാണ്. നമ്മളെ സംബന്ധിച്ച് പടം നല്ല ഫാമിലിക്ക് എന്തായാലും വന്നിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും വന്ന് കണ്ടിട്ട് വിലയിരുത്തുക. മറ്റുള്ള വാക്ക് കേൾക്കാൻ നിൽക്കും. പക്ഷേ നല്ല രീതിയിൽ പടം കാണുക, ആസ്വദിക്കുക. അത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി കാണണം. ഈ പടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ജയൻ സാറ്, സച്ചിൻ സാറിൻ്റെ ആ ഒരു പേര് നിലനിർത്തിയിട്ടുണ്ട്. അതിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ആയിട്ടും ഉണ്ടോ? ഇതൊരു ഫസ്റ്റ് ഹാഫ് പക്ക ഒരു കൊമേഴ്ഷ്യൽ ഉണ്ട്. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും ഓക്കെ കിടിലം പടമായിരിക്കും, ജെയ്ക്സ് ബിജോന്റെ BG ഒക്കെ വെച്ച് സെക്കൻഡ് ഹാഫ് ടോപ്പ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് എന്നുമ്പം എന്തോ പടം ഭയങ്കര ഒരു മിസ്സിങ് പോലെ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി സെക്കൻഡ് ഹാഫ് ഇങ്ങനെ വന്ന് ഒന്നും പറയല്ല പടത്തിൽ. ആകെ ഷമ്മി തിലകന്റെ പെർഫോമൻസ് ഉള്ളത്. ഷമ്മി തിലകനെ ടോപ്പായിട്ട് ലൈക്ക് പടത്തിൽ. പിന്നെ ജെയ്ക്സ് ബിജോയുടെ BG അത് നൈസായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻഡിങ്ങും പോരായിരുന്നു, ഇൻട്രോയിലും പോരായിരുന്നു. ആകെ എടുത്ത് പറയാനുള്ള ഫസ്റ്റ് ഹാഫ് മാത്രം, വേറെ പടത്തിലൊന്നും. ആ ഫേസ് ഓഫ് കണക്ട് ആയില്ല. അതാണ് മെയിൻ സംഭവം. ഈ പ്രാവശ്യം രണ്ട് ക്യാരക്ടർ ഇപ്പൊ അയ്യപ്പനും കുറച്ച് ഡ്രൈവിംഗ് ലൈസൻസ് പക്കയും നമുക്ക് കണക്ട് ആയി. അപ്പൊ അത് പ്രതീക്ഷിച്ച് വന്നു. പക്ഷെ ഇവിടെ ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. ആ ഒരു ക്യാരക്ടേഴ്സിന്റെ റൈവലറി. അവിടെയാണ് പടത്തിന് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് പടം ഒരു ആവറേജ് ആയിട്ട് പോയി, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. പിന്നെ ലെങ്ത് കൂടുതലാണ്. 3 മണിക്കൂർ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വീക്കാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ക്ലാരിറ്റി